അതെ, കട അവിടെ മലർക്ക തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കുക. ആരെങ്കിലും അതിനകത്തേക്ക് കയറി പോയാൽ പോലും അറിയില്ലല്ലോ. പിന്നെ രണ്ട് സൈഡിലും കാവൽ താഴ്ന്ന സ്വർണ്ണക്കട. സ്വർണത്തേക്കാ വിലയുള്ളതാണ് അതിനകത്തുള്ളത്. അതെന്താണെന്ന് അറിയണമെങ്കിലേ ആദ്യം നീ അക്ഷരങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയണം. മഹാത്മാവ് ആരായിരുന്നു ഞാൻ ചോദിക്കട്ടെ, ഈ PK പ്രഭാകരൻ എഴുതിയ ഗാന്ധിജിയെ അടുത്തറിയുക എന്ന പുസ്തകത്തിന്റെ 5000-ഓളം കോപ്പികൾ ആ കടയിൽ കെടാച്ചടക്കായി കെട്ടിക്കിടക്കുന്നു. എന്താ ചെലവാകാത്തെ? അതിന്റെ കാരണം എന്താണെന്ന് നാട്ടുകാർക്ക് കാശിന്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട്. എന്തായാലും സ്വർണ്ണക്കടയേക്കാൾ മൂല്യമുള്ള ഈ കട നോക്കാൻ പ്രഭാകരൻ വേറെ ആളെ നോക്ക്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? 3-4 മാസം ശമ്പളം കിട്ടിയിട്ട് സുശീല കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏക വീക്ക്നെസ് കാശ. അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വന്നാ പിന്നെ ഞാൻ ആരാ മോനെ? ഈ പഞ്ചായത്തിന്റെ മെമ്പർ. അപ്പൊ പിന്നെ നീയോ ഈ നാട്ടിലെ ഒരേ ഒരു ബുക്ക് സ്റ്റോളിന്റെ MD. അപ്പോഴോ അതിനെ PK പ്രഭാകരൻ ദണ്ഡിയാത്ര വീണ്ടും നടത്തണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ താന് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടെന്തായി? തോറ്റു തൊപ്പിട്ടില്ലേ? ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. നോക്കി നമുക്ക് കാണാടോ. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി. പക്ഷെ ഇനി അതുണ്ടാവില്ല. അവറാന് വേണ്ടി ബ്രോക്കർ പണിക്ക് നടന്ന താനൊക്കെ ഇപ്പൊ അയാളുടെ പാർട്ടിക്കാരനായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്ത അഴിമതിയുടെ കണക്കുകളൊന്നും പുറത്തു വരാതിരിക്കില്ല മക്കളെ. തെളിവ് സഹിതം വലിച്ചു കയറി പുറത്തിടും ഈ പ്രഭാകരൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. സത്യം സത്യം സത്യം. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണല് വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം വീഴ്ത്തുമ്പോ എന്റെ പെരുവിരലിൽ തരിപ്പ് അങ്ങോട്ട് കേറും. എന്റെ വരദാസ, ആ തരിപ്പിന്റെ സുഖം എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ മേനോൻ സാർ ഇന്നലെയും വിളിച്ചിരുന്നു. ആ കോൾപ്പാടം നികത്തി കിട്ടിയ അവിടെ മാലതി സിറ്റി എന്ന പേരിൽ ഒരു വലിയ റെസിഡൻഷ്യൽ വില്ലേജ് ഉണ്ടാക്കാനാ പുള്ളിയുടെ പരിപാടി. എല്ലാ വില്ലകളും NRIസിന് മാത്രം. സ്കൂള്, ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, സൂപ്പർ മാർക്കറ്റ് എല്ലാം അതിനകത്ത് തന്നെ. ഒന്നിനും പുറത്തേക്ക് വരണ്ട. എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷനും കോടതിയും സെക്രട്ടേറിയറ്റും ഒക്കെ അതിനകത്താക്കാം. മാലതി സിറ്റി എന്നുള്ളതിന് പകരം മാലതി സംസ്ഥാനം എന്ന് പേരും വെക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ ഇളയപ്പ? പണ്ട് 100 പറ കണ്ടം നികത്തി നമ്മൾ തെങ്ങും തൈ നടാൻ തുടങ്ങിയപ്പോ അവൻ നടത്തിയ സമരം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവനെ കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചകത്താക്കി. എന്നിട്ട് ആ ഗ്യാപ്പില് നമ്മൾ പാടം മുറിച്ച് വിൽക്കുകയും ചെയ്തു. ഇനി ഇത്തരം കളികളൊന്നും അവന്റെ അടുത്ത് നടപ്പില്ല. ഈ കുന്നും പുഴയും പാടുന്ന കേൾക്കുമ്പോ അവനെന്തിനാ ഹാലടക്കുന്നത്? അവന് കുടുംബസ്വത്വമല്ലല്ലോ. അവനെ പോലുള്ള ചിലർ സമരം ചെയ്യുന്നത് കൊണ്ടാ ഈ കുന്നും പുഴയും പാടവും ഒക്കെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ 3500 ഏക്കറുള്ള ഈ തോന്നൂർക്കര പഞ്ചായത്തിന്റെ മുകളിലുള്ള ആകാശം പോലും നമ്മൾ വിറ്റ് കാശാക്കിയനെ. നിർത്തണ ചാണ്ടി, നീ അന്നമ്മയുടെ ആവോലിയും അവറാന്റെ സ്കോച്ചും മെഴുകിയിട്ട് അവന്റെ മഹത്വം വിസ്തരിക്കണ്ട. അയ്യോ ഇളയപ്പ, മറ്റൊന്നും തോന്നരുത്. 2 എണ്ണം ഉള്ളിൽ ചെന്നാ ഞാൻ ഉള്ള സത്യം പറഞ്ഞു. ജന്മവാസനയാ, അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയതാ. അവൻ ജയിച്ചു വന്ന ആകെ പ്രശ്നമാവും. നമ്മുടെ പരിപാടികളെല്ലാം കുഴപ്പത്തിലാവും. അതെ, അവൻ കുഴപ്പത്തിലാക്കും. നീ ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞാ ചാണ്ടി. ഒരു വഴിയുണ്ട്. എന്താ? അവനൊരു ഗാന്ധിയനായതുകൊണ്ട് നമ്മളൊരു ഗോഡ്സെ പകരം ഇറക്കുന്നു. അതാരാള്? ഏത് വാർഡിലെ? 3ാമത്തെ വാർഡിലെ. 3ാമത്തെ വാർഡ്. സമാധാനിക്ക്. ശാന്തി പറഞ്ഞാണ് ഐഡിയ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഭരത. ബാക്കി നോക്ക്, പെട്ടെന്ന് തീർക്കാം. ഒഴിക്കുദാസ. 3ാമത്തെ വാർഡിലൊരു പണിക്കരാണല്ലോ ഈ ഗോഡ്സ്. അതേത്? നാലാം വാർഡിൽ ചർക്ക ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി PK പ്രഭാകരൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. 8ാം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ കുരിശുപള്ളിക്കൽ അവറാച്ചൻ വിജയിച്ചിരിക്കുന്നു. ഇവരെന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? 8ാം വാർഡിൽ നിന്ന് ജയിച്ചത് ഞാൻ തന്നെ ഇല്ലയോ ചാണ്ടിയെ? കുരിശുപള്ളിക്കൽ അവറാൻ ഇളയപ്പൻ തന്നെ. അതെ, പിന്നെയും ചീത്ത വിളിക്കുന്നു. വിളിക്കട്ടെ ഇളയപ്പ. ഇളയപ്പൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം ഒരു വെറും മെമ്പർക്ക് ഈ പഞ്ചായത്തിൽ എന്തൊലത്താൻ കഴിയും? പ്രത്യേകിച്ചും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ കണ്ടുകൂടാത്ത. അത് ശരിയാ. പക്ഷെ ഇവനായതുകൊണ്ട് ഇളയപ്പൻ കുറച്ച് കഷ്ടപ്പെടും. കേരള के लोग कभी सुधरेगा नहीं. നീ ഇത്ര നാളും കാണാൻ കൊതിച്ചിരുന്ന നിന്റെ ജന്മനാട് കണ്ടോ? ഞാൻ നിർബന്ധിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ അച്ഛൻ പോകുന്നത്. ഗതികേടും ഉണ്ടല്ലേ. പിന്നെ പറയുന്നത് കേട്ടാ തോന്നും ബോംബെയില് ജാതിയും ബഹളം ഒന്നുമില്ലാന്ന്. സരസ്വതി ചേച്ചിയുടെ മകൻ പ്രഭാകരനല്ലേ ഇത്?
ദേ പ്രബേട്ടനോടൊന്ന് എന്റെ കൂടെ കാടാമ്പുഴ വരെ വരാൻ അമ്മ പറയണം കേട്ടോ. മുട്ടർക്കാൻ തന്നെ നേർച്ചയുള്ളതാ. പിന്നെ നിന്റെ നേർച്ചയില്ലെങ്കിലും പ്രഭാകരൻ ജയിക്കും. അത്ര നേർമയുള്ള മനസ്സാവന്റെ. പ്രബേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഇത് തന്നെ പറയണം. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മായിക്കും അമ്മായിയുടെ കുടുംബക്കാർക്കുവേ ഇപ്പൊ തരണ പോലെ വാരിക്കോരി തരാൻ പ്രബേട്ടന്റെ പെണ്ണ് സമ്മതിക്കില്ല. അതന്നെ. എനിക്ക് പ്രഭാകരൻ എന്തെങ്കിലും തരണുണ്ടെങ്കിലേ അത് ഞാൻ അവന്റെ സ്വന്തം അമ്മായി ആയതുകൊണ്ടാ, അല്ലാതെ നിന്നെ പോലെ മതി മതി വർത്താനം തുടങ്ങി അപ്പൊ കീരിയും ബാബു അവൻ രണ്ടാളും. അല്ലെങ്കിലും നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. ഈശ്വര, രാമകൃഷ്ണനല്ലേ ഇത്? എന്റെ രാമകൃഷ്ണ, ചെറിയ മോനാടി ബോംബെന്ന്. ഇന്നലെ കൂടി നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അല്ല, നിന്റെ കോല ആകെ അങ്ങ് മാറിയല്ലോ രാമകൃഷ്ണ. ഇപ്പൊ കണ്ട ശരിക്കും ഒരു ഹിന്ദിക്കാരൻ മാതിരി. എന്താ മനസ്സിലാവാണ്ട്? സരോമയല്ലേ? ഓർമ്മയുണ്ടല്ലേ? വലിയ പെണ്ണായി. ഞാൻ എത്ര ചെറുപ്പത്തിൽ കണ്ടതാ. മിഴിച്ചു നിൽക്കാണ്ട് ചെന്ന് ചായക്ക് വെള്ളം വെക്ക്. വാ വാ മോളെ. ദേ ഒന്ന് വേഗം എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. മതി കൊണ്ടുവരണ സേവയൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ചേച്ചിയുടെ മകൻ നാട്ടിൽ വലിയ പൊതുപ്രവർത്തനാണല്ലേ? നാട്ടുകാരെ അടുത്തോണ്ട് നടക്കണ കണ്ടു. ഈശ്വര, അവൻ ജയിച്ചിട്ടുണ്ടാവും. ഈ വാർഡിലെ മെമ്പർ അവൻ. ഗോമതിയേട്ടത്തേക്ക് സുഖല്ലേ? കേറി കിടക്കാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളോണ്ട് ആ കഷ്ടപ്പാടില്ലെന്ന് പറയാം. എത്ര കാലമെന്ന് വെച്ചിട്ട് അന്യനാട്ടിൽ കഴിയ. അതുകൊണ്ട് ബോംബെയിലെ സകല ബിസിനസ്സും ഞാൻ അവസാനിപ്പിച്ചു. ഇനിയുള്ള കാലം ഇവിടെയാ, ഈ വീട്ടിൽ. എത്രയായാലും സ്വന്തം നാടും വീടും തന്നെയാ വലുത്. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ മോളെ? ഈ നേരത്തെ എന്തോന്ന് ഉറക്കം? മൂപ്പർക്ക് അങ്ങനെ നേരം കാലൊന്നും ഇല്ല. ഏത് സമയത്ത് എന്തിനു റെഡിയാ. ഒന്ന് എഴുന്നേറ്റേ. ആ, ഒരു പണിയും ചെയ്യാതിരുന്ന് ഉണ്ണുമ്പോ വേറെ എന്തിനാ പറ്റിയല്ലേ? ഒന്ന് എഴുന്നേറ്റ്. എന്താ? ഞാനാ ചേട്ടാ, രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. ഏത് രാമകൃഷ്ണൻ? കല്ലാപ്പള്ളി രാമകൃഷ്ണനോ അതോ അരിസ്റ്റക്കടയിലെ രാമകൃഷ്ണനോ? മയക്കം വിട്ടിട്ടില്ല. സോജ സോജ. വാ മോളെ. ഏത് രാമകൃഷ്ണനാണ് ഈ അകത്തേക്ക് പോയത്? നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണൻ. അവൻ നിന്റെ ആരാ? ഓ എന്റെ മനുഷ്യ, നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണനും മോളും ബോംബെന്ന് വന്നു. ഇനി ഇവിടെ സ്ഥിരതാമസം എന്ന് വെച്ചാ എന്താ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് അത്ര തന്നെ. ഗാന്ധിയൻ PK പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീലല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നപ്പോ നിങ്ങളെ മൂസുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? രണ്ട് ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ? നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മാറിക്ക മാറിക്ക മാറിക്ക. വായിക്ക് വായിക്ക് വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ച് വളരെ ചേട്ടാ, ഗാന്ധിജി അറിയ. ഓ എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ്, തോന്നൂർക്കര.
ദാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വാങ്ങിച്ചോണ്ട് പോകുന്ന കണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ 2 കോപ്പി തരൂ. ഒന്നിന്റെ പൈസ നാളെ തരാം. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മേലെ ഞാനാ ഇവിടത്തെ കരുതി തരാറുണ്ടാ. നീ ഒന്നും മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എങ്ങനെയുണ്ട്? എന്താണത്? വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം, അവിടെ ഇവിടെ കയറ്റി ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു സീഡിയും ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളിലെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നുട നായേ. ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ആക്രമിച്ചു നാറ്റിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കന്നഡ വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരാം.